ഈരാറ്റുപേട്ട ഉപജില്ല കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു പ്രദർശനമാണ് അത് ചേർന്നത്. ഈ വരുന്ന നവംബർ 3, 4, 5, 6 തീയതികളിലായി പൂഞ്ഞാറ് സെന്റ് ആന്റണീസ് സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് വിശദീകരിക്കാനായി ചെയ്യുന്നത് നമ്മുടെ ഈരാറ്റുപേട്ട വിദ്യാഭ്യാസ AEO ഷംല ബി ടീച്ചറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ജനറൽ കൺവീനർ പൂഞ്ഞാർ സെന്റ് ആന്റണീസ് സ്കൂളിലെ പ്രിൻസിപ്പൾ വിൻസെന്റ് സാറാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം കൺവീനർ പ്രിൻസ് സാറും ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനായി സ്നേഹപൂർവ്വം വിൻസെന്റ് സാറിനെ ക്ഷണിക്കുന്നു. സാർ പറഞ്ഞ പോലെ ഈരാറ്റുപേട്ട വിദ്യാഭ്യാസ ഉപജില്ല കലോത്സവങ്ങൾ നടക്കുന്ന തീയതികൾ നവംബർ 3, 4, 5, 6 തീയതികളിലാണ്. അതിൽ 3-ാം തീയതി ബഹുമാനപ്പെട്ട AEO ഷംല ബീവി പതാക ഉയർത്തി നമ്മുടെ കലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. 4-ാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. നമ്മുടെ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് പത്തനംതിട്ട MP ബഹുമാനപ്പെട്ട ആന്റോ ആന്റണിയാണ്. 4, 5 തീയതികളിലെ കലോത്സവങ്ങൾ തുടരുന്നു. 6-ാം തീയതി കലോത്സവത്തിന്റെ സമാപനമായിരിക്കും. ഇതിലെ സമാപന സമ്മേളനം വൈകുന്നേരം 5 മണിക്കായിരിക്കും. അന്ന് അതിന്റെ ആ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവറുകളായിരിക്കും. അന്ന് നമുക്കൊരു വിശിഷ്ടാതിഥി സിനെ സ്റ്റാർ കുമാരി മീനാക്ഷി അനൂപിനെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സമാപന സമ്മേളനം വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കും. അതോടെ ആ ദിവസങ്ങളിൽ നമ്മൾ ട്രോഫികളുടെ വിതരണം പൂർണ്ണമാക്കുന്നു. വിജയികളായിട്ടുള്ള സ്കൂളുകളെ തീരുമാനിച്ച് അവർക്കുള്ള ഓവറോൾ ട്രോഫികൾ കൊടുത്ത് സമാപന സമ്മേളനം അവസാനിപ്പിക്കുന്നതാണ്. 3, 4, 5, 6 തീയതികളിൽ ഈ നമ്മുടെ കലോത്സവത്തിന് വേദിയാകുന്ന പൂഞ്ഞാർ സെന്റ് ആന്റണീസ് സ്കൂളാണ്. അപ്പൊ പൂഞ്ഞാറിന്റെ മണ്ണിലേക്ക് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കലോത്സവം എത്തുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷം കാര്യങ്ങൾ പൂഞ്ഞാർക്കുണ്ട്. പൂഞ്ഞാറ് തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും നമുക്ക് എല്ലാവിധ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ നാട്ടുകാരുടെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഈരാറ്റുപേട്ട ഉപജില്ലയുടെ 2025-26 കലോത്സവം നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലുള്ള സ്കൂളുകളായ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും LPS പൂഞ്ഞാറിലും വെച്ചാണ് നടത്തപ്പെടുന്നത്. ഇവിടെ ഈ വർഷത്തെ മത്സരങ്ങൾ 76 വിദ്യാലയങ്ങളിൽ നിന്ന് 3500ഓളം കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. നമുക്ക് 15 വേദികളിലായിട്ട് 275 മത്സര ഇനങ്ങളാണ് നടത്തപ്പെടുന്നത്. എല്ലാ മുന്നൊരുക്കങ്ങളും സ്കൂളുകളിൽ സെന്റ് ആന്റണീസ് സ്കൂളില് ജനറൽ കൺവീനറായ വിൻസെന്റ് സാറും ബാക്കി എല്ലാ അധ്യാപകരും PTA പ്രതിനിധികളും ചേർന്ന് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സംഘാടക യോഗത്തിലുള്ള അംഗങ്ങളും സംഘടനാ പ്രതിനിധികളും എല്ലാവരുടെയും പിന്തുണയോടുകൂടി എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടന്നു കഴിഞ്ഞു. ഈ വർഷത്തെ ഈരാറ്റുപേട്ട ഉപജില്ലാ കലോത്സവത്തിന്റെ കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ജനറൽ കൺവീനറും AEOയും സംസാരിച്ചു കഴിഞ്ഞു. നേരത്തെ പരാമർശിച്ച പോലെ 76ഓളം സ്കൂളുകളാണ് മൊത്തം പങ്കെടുക്കുന്നത്. 275 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 3500 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു. നമുക്ക് 4 ദിവസമാണ് കലോത്സവം. 1-ാമത്തെ ദിവസം രചനാ മത്സരങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം ചെറിയ LPയുടെ 2 ഐറ്റംസേ ഉള്ളൂ. ബാക്കി 3 ദിവസമാണ് പ്രധാനമായിട്ടും മത്സരങ്ങൾ നടക്കുന്നത്. 15 വേദികളാണ് ഉള്ളത്. ഓരോ നമ്മുടെ കലോത്സവത്തിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം വിവിധ കമ്മിറ്റികൾ, ഏകദേശം ഒരു 15ഓളം കമ്മിറ്റികളാണ് ഉള്ളത്. ആ കമ്മിറ്റികളെല്ലാം വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ കലോത്സവം പരമാവധി വിജയപ്രദമാക്കാൻ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളും വിവിധ കമ്മിറ്റികളും ഊർജിതമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. വിജയകരമായിട്ട് കലോത്സവം തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. പിന്നെ കലോത്സവം ഗ്രീൻ പ്രോട്ടോകോളൊക്കെ പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളും അവിടെ എത്തുന്ന കുട്ടികൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കാനും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മലപ്പുലയാട്ടം, പണിയ നൃത്തം, ഇതൊക്കെ നമ്മുടെ നാട്ടുകാരൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു കലാരൂപമാണ്. അപ്പൊ അതൊക്കെ പല സ്കൂളുകളും ഒരു നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പം അത്തരം കലാരൂപങ്ങളുടെ പ്രദർശനം, പിന്നെ പ്രധാനപ്പെട്ട കലാരൂപങ്ങള് ചവിട്ടുനാടകം, അതുപോലെ തന്നെ ഒപ്പന,
കോൽക്കളി, ദഫ്മുട്ട് തുടങ്ങി വ്യത്യസ്തമായ സംഘനൃത്തം വളരെ സദസ്സ് നിറഞ്ഞ് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് സംഘനൃത്തമൊക്കെ. അപ്പൊ ഇത്തരമുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട്. പരമാവധി ഇത്തരം പ്രോഗ്രാമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആളുകൾക്ക് കാണാനൊരു അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. കാരണം ഇത്തരം കലാരൂപങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരു പ്രോഗ്രാമുകളും നമ്മുടെ നാട്ടിൽ സമീപ കാലങ്ങളിൽ നടക്കുന്നില്ല. ഈ കലോത്സവമാണ് ആ ഒരു സ്വഭാവത്തിൽ കണ്ടുവരാറുള്ളത്. എല്ലാ കലാരൂപങ്ങളുടെയും ഒരു സമ്മേളനം കലോത്സവത്തിലുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും എല്ലാം വിജയിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സ്വഭാവത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഒക്കെ ഈ കലോത്സവം കാണാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം.